പപ്പായെ കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയത് കേട്ടോ അപ്പൂസ് ജ്യൂസാക്കണമെന്ന്. എന്നാൽ പിന്നെ വിചാരിച്ചൊരു കോക്ടെയിൽ ആക്കാമെന്ന്. ജ്യൂസ് ആക്കി തരാമെന്ന് ഒറ്റയൊരു ഉറപ്പിലാട്ടോ ആളെന്ന് സ്കൂളിലോട്ട് പോയി. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പപ്പായേൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അതൊന്ന് ചെറിയ ക്യൂബായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പാല്, 2 സ്പൂൺ വാനിലേൻ്റെ ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൂസ് ഇവിടെ ജ്യൂസ് ആക്കുന്ന സന്തോഷത്തിൽ തുള്ളിച്ചാടി കളിക്കുകയാണ് കേട്ടോ. കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഇനി 2 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് അനാറും അണ്ടിപ്പരിപ്പും കൂടി അടിയിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് കോക്ടെയിൽ ഒഴിച്ചു കൊടുക്കാം. മുകളിലും കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും അനാറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പൂസിന് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. അപ്പൂസിന് കോക്ടെയിൽ ഇഷ്ടമായിട്ട് അടിപൊളിയായെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.